ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. റാങ്ക് ലിസ്റ്റിന്റെ മാർക്ക് ഏകീകരണം ചോദ്യം ചെയ്ത് CBSE സിലബസിൽ +2 വിജയിച്ച വിദ്യാർത്ഥിനി ഹന ഫാത്തിമയാണ് ഹർജി നൽകിയത്. മാർക്ക് ഏകീകരണത്തിൽ മാർക്ക് കുറയുന്നു എന്ന കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ദീർഘകാലമായുള്ള പരാതി പരിഗണിച്ച് കഴിഞ്ഞയാഴ്ചയാണ് പുതിയ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ കീം ഫലം പ്രഖ്യാപിച്ചത്. ഇതിനെ ചോദ്യം ചെയ്താണ് +2 വിദ്യാർത്ഥിനി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രവേശന നടപടികളുടെ അന്തിമഘട്ടത്തിലാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് എന്ന വിദ്യാർത്ഥിനിയുടെ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. മാർക്ക് ഏകീകരണത്തിനുള്ള പുതിയ സമവാക്യം മൂലം CBSE വിദ്യാർത്ഥികൾക്ക് മുൻപുണ്ടായിരുന്ന വെയിറ്റേജ് നഷ്ടമായെന്ന വാദവും കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ വിധി. എൻട്രൻസ് പരീക്ഷയ്ക്കും +2വിനും ലഭിച്ച മാർക്കുകൾ ഒരുമിച്ച് പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നാണ് കഴിഞ്ഞ ദിവസം സർക്കാർ അറിയിച്ചത്. മുൻ സമവാക്യപ്രകാരം തയ്യാറാക്കുമ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് CBSE വിദ്യാർത്ഥികളെക്കാൾ 15 മുതൽ 20 വരെ മാർക്ക് കുറയുന്നതായി പരാതിയുണ്ടായിരുന്നു. +2 മാർക്കും പ്രവേശന പരീക്ഷാ മാർക്കും ചേർത്ത് 600 മാർക്കിലാണ് പോയിന്റ് നില നിശ്ചയിക്കുക. പുതിയ വ്യവസ്ഥ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും സർക്കാർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന കൈത്താങ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയർ വിതരണം ചെയ്യുന്ന പദ്ധതിയിലേക്ക് 70% അതിലധികമോ തീവ്ര ഭിന്നശേഷിയുള്ളതും അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ടതുമായ വ്യക്തികൾക്ക് അപേക്ഷ നൽകാം. അപേക്ഷകൾ ജൂലൈ 15 മുൻപായി നൽകണം. അപേക്ഷാ ഫോമിനും വിശദ വിവരത്തിനും ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഇനി മുതൽ പാസ്പോർട്ട് എടുക്കാനായി ഓഫീസിൽ കയറിയിറങ്ങി ബുദ്ധിമുട്ടേണ്ട. അപേക്ഷ നൽകാനും വെരിഫിക്കേഷൻ നടത്താനുമെല്ലാം നിങ്ങളുടെ അരികിലേക്ക് എത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് പാസ്പോർട്ട് വാൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ പൊതുവെ തിരക്കാണ്. തിരക്ക് നിയന്ത്രിക്കാനും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുമാണ് മൊബൈൽ പാസ്പോർട്ട് വാൻ സംവിധാനം. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ മൊബൈൽ പാസ്പോർട്ട് വാഹനത്തിന്റെ സേവനം നേരത്തെ തുടങ്ങിയിരുന്നു. പാസ്പോർട്ട് വാഹനം കൂടുതൽ ജില്ലകളിലേക്ക് എത്തുന്നതോടെ പാസ്പോർട്ട് എടുക്കാനെത്തുന്നവർക്ക് ആശ്വാസമാകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അപേക്ഷകർക്ക് വ്യാഴാഴ്ച മുതൽ പാസ്പോർട്ട് വാഹനത്തിന്റെ സേവനം ലഭ്യമാകും. അപേക്ഷകന് തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലെത്തി അപേക്ഷ നൽകാനും വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനുമാകും. ബയോമെട്രിക് സ്കാനിംഗ്, വിരലടയാളം, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ഫോട്ടോഗ്രഫി എന്നീ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെട്ട മിനി പാസ്പോർട്ട് ഓഫീസായി വാൻ പ്രവർത്തിക്കും. ആഴ്ചയിൽ 3 ദിവസം ഒരു പ്രദേശത്ത് മൊബൈൽ വാനിന്റെ സേവനം ലഭ്യമാക്കും. സർക്കാരിന്റെ പാസ്പോർട്ട് വെബ്സൈറ്റിൽ ജില്ലകൾക്കൊപ്പം വാൻ ഓപ്ഷൻ ഉണ്ടാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പാസ്പോർട്ട് വാഹനം എത്തുന്ന സ്ഥലവും ദിവസവും മുൻകൂട്ടി അറിയാനാകും. ലിങ്കിലൂടെ അപേക്ഷകനെ സ്ലോട്ട് ബുക്ക് ചെയ്യാം. തുടർന്ന് വാഹനം എത്തുന്ന ദിവസം നേരിട്ടെത്തി അപേക്ഷയും രേഖകളും സമർപ്പിക്കാം. പിന്നീട് പോലീസ് പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് ദിവസങ്ങൾക്കകം പാസ്പോർട്ട് വീട്ടിലെത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.